അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരുടെയും കോമൺ ലക്ഷ്യം വിജയിക്കുക എന്നതാണ്. ഒരു ബിസിനസ് ടൈക്കൂണിന്റെ ലക്ഷ്യം തന്റെ ബിസിനസ് ഏറ്റവും പ്രോഫിറ്റബിൾ ആകുക എന്നതാണ്. ഒരു സയന്റിസ്റ്റിന്റെ ലക്ഷ്യം താൻ ഏതൊന്നിലാണോ റിസർച്ച് ചെയ്യുന്നത് അതിൽ പരമാവധി വിജയിച്ച് വേൾഡ് ഫേമസ് ആകുക എന്നതാണ്. ഒരു പൊളിറ്റീഷ്യന്റെ ലക്ഷ്യം അയാൾ മാക്സിമം പവർഫുൾ ആവുക, ഒപ്പം അങ്ങനെ ലോകത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ആകുക എന്നതാണ്. ഇവർ എല്ലാവരും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും വിജയിക്കുകയും ചെയ്താലും അവർ സംതൃപ്തരല്ല. അവരുടെ ഹൃദയം എന്തോ ഒന്നിനു വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ് എന്നറിയുമോ? അതാണ് സമാധാനം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സൽ തിയറി ഉണ്ട്. എന്താണോ നിനക്ക് ആവശ്യം അത് ലഭിക്കാൻ നീ നൽകുക. യു വിൽ ഗെറ്റ് വാട്ട് യു ഗീവ്. നിനക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, തീർച്ചയായും നിനക്ക് ലഭിക്കും. നിനക്ക് വേണ്ടത് സമ്പത്താണെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു നീ ദാനധർമ്മം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫഉലൈകഹുമുൽ മുളഇഫൂൻ, അവർക്ക് ഇരട്ടിക്കിരട്ടിയായി പടച്ചവൻ സമ്പത്ത് വർദ്ധിപ്പിക്കും. മക്കൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അക്രിമു ഔലാദക്കും, നിങ്ങൾ മക്കൾക്ക് റെസ്പെക്ട് കൊടുക്കുക, തീർച്ചയായും മക്കൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. നിങ്ങൾക്ക് സന്തോഷം വേണമോ? ഹാപ്പിനെസ് കംസ് ഫ്രം ഗിവിംഗ് ഹാപ്പിനെസ്. സന്തോഷം കൊടുക്കുക, സന്തോഷം ലഭിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾക്ക് ഈശ്വരൻ പടച്ചവൻ നിങ്ങളെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹു തിരിച്ച് നിങ്ങളെ ഓർക്കും. നിങ്ങൾക്ക് സമാധാനം ആവശ്യമുണ്ടോ? ഇസ്ലാം പഠിപ്പിക്കുന്ന സിമ്പിൾ സൊല്യൂഷൻ നിങ്ങൾ എല്ലാവർക്കും സമാധാനം നൽകുക എന്നതാണ്. അതിന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുക. ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കാര്യം പ്രവാചകൻ പറഞ്ഞത് സല്ലിം അലാമൻ അറഫ്ത വമല്ലം താരിഫ്, പരിചിതനോടും അപരിചിതനോടും സലാം പറയുക എന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള അഭിവാദ്യ ശൈലികളുണ്ട്, ഗ്രീറ്റിംഗ്സ്. അതിൽ കോമൺ ആയി എല്ലാവരും പറയുന്ന ഒന്നാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. അതിനൊരു പരിമിതിയുണ്ട്. ഏതെങ്കിലും ദുരന്തം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മരണ വീട്ടിൽ ചെന്ന് സന്തോഷത്തോടുകൂടി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഏതു സാഹചര്യത്തിലും ഏതു സന്ദർഭത്തിലും ഏതു ഘട്ടത്തിലും എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് സമാധാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ അർത്ഥം പീസ് ബി അപ്പോൺ യു എന്നാണ്. അള്ളാഹുവിന്റെ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഏതു സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ആവശ്യമുള്ള വളരെ പുണ്യകരമായ കാര്യമാണത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, പൊന്നുമോനെ അനസെ, നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക. തക്കുൻ ബറക്കത്തൻ അലൈക വ അലാ അഹ്ലി ബൈതിക്, അത് നിനക്കും ബർക്കത്താണ്, നിന്റെ വീട്ടുകാർക്ക് മൊത്തം അത് ബർക്കത്താണ്. പ്രവാചകന്റെ അരികിലേക്ക് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു 10. രണ്ടാമത് സലാം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു 20. മൂന്നാമത് വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ 30 എന്ന് പറഞ്ഞു. അഥവാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആൾക്ക് 10 കൂലി, വറഹ്മത്തുള്ളാഹി എന്ന് ആഡ് ചെയ്തപ്പോൾ 20 കൂലി, വബറകാതുഹു എന്ന് കൂടി ചേർത്തപ്പോൾ 30 കൂലി. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഒരു സലാം കൊണ്ട് വന്നു ചേരുന്നത്. മനസമാധാനമാണ് പ്രധാനം. മനസമാധാനത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് പരസ്പരമുള്ള പ്രാർത്ഥന. അസ്സലാമു അലൈക്കും എന്നത് നല്ലൊരു പ്രാർത്ഥനയാണ്. ഒരു സൈക്കോളജി ഒളിഞ്ഞുകിടപ്പുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന, സലാം പറയൽ സുന്നത്തുള്ളൂ, മടക്കൽ നിർബന്ധമാണ്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളോട് ആരെങ്കിലും അഭിവാദ്യം ചെയ്താൽ ഫഅഹ്സന മിൻഹ, അതിനേക്കാൾ മനോഹരമായി പ്രത്യഭിവാദ്യം ചെയ്യുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇതാ ഫഅൽതുമു തഹാബബതും, നിങ്ങൾക്ക് പരസ്പരം ഭയങ്കര സ്നേഹവും ഇന്റിമസിയും അടുപ്പവും ഉണ്ടാവും. ഹസ്ബൻഡ് വൈഫിനോട്, തിരിച്ച് മാതാപിതാക്കൾക്ക് മക്കളോട്, എല്ലാവർക്കും പരസ്പരം സ്നേഹം ഉണ്ടാകാനുള്ള ഒരു നല്ല പരിഹാരമുണ്ട്. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വ്യാപിപ്പിക്കുക എന്ന പദം വളരെ അടിവരയിടേണ്ട ഒന്നാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സലാം പറയുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മറക്കരുത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ, മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അള്ളാഹുവിനെ അനുഗ്രഹം ചൊരിയണമേ എന്ന മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ടാകും.
കൈ വിടുന്നതോടുകൂടി രണ്ടുപേരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ മനസ്സാണ് യഥാർത്ഥത്തിൽ കൈമാറുന്നത്. അറിയുക, നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽ തിങ്സ് ഉണ്ടായാലും നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവില്ല. മനസമാധാനം ഉണ്ടാവാനുള്ള ഏകമാർഗം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണോ? ദൈവസ്മരണ കൊണ്ടേ അതുണ്ടാകും. ദൈവസ്മരണക്കുള്ള ഏറ്റവും നല്ല മാർഗവും ഒറ്റമൂല്യവുമാണ് സലാം. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ.